അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പാപമോചനം എന്നുള്ള ഒരു ആത്മീയ സന്ദേശത്തെക്കുറിച്ചാണ്. പാപമോചനം അല്ലെങ്കിൽ പാപമോചിതനായ ക്രിസ്തു എന്ന ആ ഒരു സന്ദേശമാണ് ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പാപമോചിതനായ ക്രിസ്തു എന്നത് ഒരു ക്രിസ്തുവിൻ്റെ ജനനത്തിനു മുൻപ് 5000 വർഷങ്ങൾക്ക് മുൻപ് ഉള്ള ഒരു പ്രവചന നിവൃത്തീകരണമാണ്. അതായത് മനുഷ്യവർഗത്തിൻ്റെ ആദ്യ പിതാവായ ആദാം പാപം ചെയ്തപ്പോൾ ദൈവം ആദാമിനോട് അരുളി ചെയ്തു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്ത്രീയിൽ നിന്ന് ഞാനൊരു സന്തതിയെ ജനിപ്പിക്കും. ആ സന്തതി നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തും എന്നുള്ള ഒരു പ്രവചനമുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രവചനം അതായത് ആ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണം ആ പ്രവചനത്തിന് ശേഷം 5000 വർഷങ്ങൾക്ക് ശേഷം ആണ് സംഭവിച്ചത്. അത് യോഹന്നാൻ്റെ സുവിശേഷങ്ങൾ അതായത് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ എന്നുള്ള ആ 4ാമത്തെ സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നുള്ള 4 സുവിശേഷങ്ങളിൽ 4ാമത്തെ സുവിശേഷമായ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ നിവൃത്തീകരണത്തെക്കുറിച്ച്, എല്ലാ സുവിശേഷങ്ങളിലും ആ നിവൃത്തീകരണം, ആ സ്ത്രീയുടെ സന്തതിയുടെ ജനനത്തെക്കുറിച്ച്, ആ പ്രവചന നിവൃത്തീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതായത് ലോകത്തിൻ്റെ പാപം എന്നവിടെ പറയുന്നത് ആദ്യ മനുഷ്യനായ ആദാം ചെയ്ത പാപം നിമിത്തം ആദാം ശപിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സൃഷ്ടിയായ സകല സൃഷ്ടിയും ശപിക്കപ്പെട്ടു. അപ്പം അതാണ് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയാൻ കാര്യം ദൈവം സകലത്തെയും നന്നായി സൃഷ്ടിച്ചവനാണ്. നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് അറിയുവാനായിട്ട് ഉൽപ്പത്തി പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങൾ വായിച്ചാൽ മതി. 3ാമത്തെ അധ്യായം മനുഷ്യവർഗത്തിൻ്റെ വീഴ്ചയാണ്. അപ്പോൾ 1ഉം 2ഉം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്നായി, മനോഹരമായി, എല്ലാം നന്നായിരിക്കുന്നത്. അതായത് പരിശോധിച്ച് ടെസ്റ്റഡ് ഒക്കെ പറഞ്ഞതാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ദൈവം ഭൂമിയിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ട് ദൈവം അത് ടെസ്റ്റ് ചെയ്ത് ഒക്കെ, അതായത് മുദ്രയിട്ട് അത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്നായിട്ടാണ് സൃഷ്ടിച്ചത്. മനോഹരമായി, നന്നായിട്ട്, പ്രയോജനപ്രദമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ആ സൃഷ്ടിയെല്ലാം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചവനായ മനുഷ്യൻ്റെ പാപം നിമിത്തം ശാപഗ്രസ്തമായി തീർന്നു. ആ ശാപം എന്താണെന്നുള്ളത് 3ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ അതെടുത്ത് വായിച്ചു നോക്കിയാൽ 1, 2, 3 അധ്യായങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ ഉത്ഭവങ്ങളെക്കുറിച്ചും ആദ്യ പാപങ്ങളെക്കുറിച്ചും ആദ്യ വീഴ്ചകളെക്കുറിച്ചുമൊക്കെ ആദ്യ ശാപങ്ങളെക്കുറിച്ചുമൊക്കെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതെടുത്ത് വായിക്കണം. നിശ്ചയമായിട്ടും നിങ്ങൾ അറിയാൻ തിരുവചനത്തെക്കുറിച്ച് അറിയാൻ പാടില്ലെങ്കിൽ അതെടുത്ത് നിങ്ങൾ നിശ്ചയമായിട്ടും വായിക്കണം. അറിയാവുന്നവരും ഒന്ന് വായിച്ച് ഒന്നുകൂടി ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് പാപമോചകനായ ക്രിസ്തു എന്നുള്ള ആ ഒരു വിഷയമാണ് ഇന്നിവിടെ ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപായിട്ട് ഈ വീഡിയോ ഞാനൊരു തുടർമാനമായ വീഡിയോ ആയിട്ട് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റ സന്ദേശമായിട്ട് പറയുവാനായിട്ട് എനിക്കതിന് താല്പര്യമുണ്ട് എങ്കിലും കേൾവിക്കാർ അത് ഒറ്റ സന്ദേശമായിട്ട്, അത് 4-5 മണിക്കൂർ, അത് 7 മണിക്കൂറോളം ഉള്ള ഒരു സന്ദേശമാണ്. 7 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ദൈവിക സന്ദേശമാണ്. അതുകൊണ്ട് അത് ഒരു തുടർമാനമായ ഇനി അങ്ങോട്ടുള്ള ആ 7 സന്ദേശങ്ങളും തുടർമാനമായൊരു ദൈവിക സന്ദേശമായിട്ട് അറിയിക്കുവാനാണ്
കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ ഇത് പുതിയ ചാനലാണ്, ഞാൻ തുടങ്ങിയ പുതിയ ചാനലാണ്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിൽ ഹൃദയത്തിൽ താല്പര്യമുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ പരിചയക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ മക്കൾക്കോ ഒക്കെ അത് ഷെയർ ചെയ്യുവാനും അവരോടും സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് പറയുവാൻ മടിക്കരുത്. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങളത് എനിക്ക് വേണ്ടിയല്ല ചെയ്യേണ്ടത്. നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ സന്ദേശം ലോകമെമ്പാടും എത്തേണ്ടതിന് വേണ്ടി, ഈ ദൈവിക സന്ദേശം ലോകമെമ്പാടും എത്തേണ്ടതിന് വേണ്ടി നിങ്ങളുടെ വിരൽത്തുമ്പൊന്ന് ചലിപ്പിക്കുവാൻ ആയിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനകത്ത് മറ്റ് യാതൊരു സ്വാർത്ഥതയുമില്ല, മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളും മറ്റൊന്നുമില്ല. നിങ്ങളത് മനസ്സോടെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് ആ 7 കാര്യങ്ങൾ എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. ഈ 7 സന്ദേശങ്ങൾ, ദൈവിക സ്വർഗീയ സന്ദേശങ്ങൾ എന്താണ്? ക്രിസ്തു ആരാണ്? ക്രിസ്തു എന്താണ്? ക്രിസ്തു എന്താകുന്നു? എന്തായിത്തീരും? ഇനി എന്താകുവാൻ പോകുന്നു? എന്നൊക്കെയുള്ള ആ കാര്യങ്ങളാണ് അതിനകത്ത് വിളിക്കണം. അതായത് ക്രിസ്തുവിനെ കുറിച്ചുള്ള, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവ്. അതായത് നമ്മൾ എന്താ പറയുന്നത്, ക്രിസ്തുവിനെ നാം അറിയണം. ക്രിസ്തുവിനെ നാം അറിയാത്തത് കൊണ്ടാണ് നാം തെറ്റിപ്പോകുന്നത്. നമ്മൾ ക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. ക്രിസ്തു ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ അറിയാത്തത് കൊണ്ട്. അപ്പോൾ ഈ ഒരു സന്ദേശം, ഈ 7 സന്ദേശത്തിലൂടെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക, ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപാകെ പ്രദർശിപ്പിക്കുക, ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ ഉരുവാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം അതാണ്. സ്വർഗീയ ലക്ഷ്യം അതാണ്. അപ്പോൾ അത് നിശ്ചയമായിട്ടും നിങ്ങളത് ഇത് കാണണം, കേൾക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ആ സന്ദേശം, ഈ ദൈവിക സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നിങ്ങളുടെയും വിരൽത്തുമ്പ് ചലിപ്പിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ഈ ദൈവിക സന്ദേശങ്ങളിൽ ഒന്നാമത്തെ സന്ദേശം ഞാൻ പറഞ്ഞല്ലോ, പാപമോചകനായ ക്രിസ്തു. രണ്ടാമത്തെ സന്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ വിഷയമെന്ന് പറഞ്ഞാൽ, സംസാരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ ക്രിസ്തു. ഒന്നുകൂടി പറയുന്നു, കർത്താവായ ക്രിസ്തു. മൂന്നാമത്തെ സന്ദേശമെന്ന് പറഞ്ഞാൽ അഭിഷിക്തനായ ക്രിസ്തു. മൂന്നാമത്തെ സന്ദേശമെന്ന് പറഞ്ഞാൽ മരിച്ചവനായ, അനേകരുടെ പാപങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിച്ച സകല മനുഷ്യരുടെയും തൻ്റെ സൃഷ്ടികളുടെയും മോചനത്തിനായി, അതിൻ്റെ ശാപമോചനത്തിനായി മരിച്ച ക്രിസ്തു, ശാപമോചനത്തിനായി യാഗമായി തീർന്ന ക്രിസ്തു. അതാണ് ഒന്നുകൂടി നല്ലത്. അതായത് തൻ്റെ സകല സൃഷ്ടികളുടെയും ശാപങ്ങളുടെ മോചനത്തിനായി മരിച്ചവനായ ക്രിസ്തു, യാഗമായി തീർന്നവനായ ക്രിസ്തു. അതിനേക്കാൾ ഒന്നുകൂടി നല്ലൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് പ്രസാദകരമായ, ദൈവത്തിൻ്റെ നീതിക്ക് തക്ക പരിഹാരം വരുത്തി യാഗമായി തീർന്ന ക്രിസ്തു. അപ്പോൾ അതിൻ്റെ പ്രസംഗ വിഷയം യാഗമായി തീർന്ന ക്രിസ്തു എന്നുള്ളതാണ്. ഇനി നാലാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു. അഞ്ചാമത്തെ പ്രസംഗ വിഷയം ന്യായാധിപനായ ക്രിസ്തു. ഇനി ഇതിനിടയ്ക്ക് ഒരു ചെറിയ വിഷയം കയറി വരും. അത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയ്ക്ക് കയറി വരുന്ന വിഷയമാണ് മധ്യസ്ഥനായ ക്രിസ്തു. അത് ഈ രണ്ട് സന്ദേശങ്ങളിലും രണ്ട് സന്ദേശങ്ങളിലും ഉണ്ടാവും. അതായത് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിലും മധ്യസ്ഥനായ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ന്യായാധിപനായ ക്രിസ്തുവിൻ്റെ സന്ദേശത്തിലും ഏക മധ്യസ്ഥനായ ക്രിസ്തു എന്നുള്ള ആ ഒരു വിഷയം ഈ രണ്ട് സന്ദേശങ്ങളിലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ആ സന്ദേശം രണ്ടിലും കൂടി ചേർത്താണ് പറയുന്നത്. അപ്പം ആറാമത്തെ സന്ദേശം അതാണ് ന്യായാധിപനായ ക്രിസ്തു. അഞ്ചാമത്തെ അത് തന്നെ ആറാമത്തെ ഇത് ന്യായാധിപനായ ക്രിസ്തു. ഇനി ഏഴാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സകല പ്രവാചകന്മാരും പ്രവചിച്ചവനായ, അതായത് പഴയ നിയമ നിരവധി, പഴയ നിയമം മുതൽ, അതായത് പിതാവായ ദൈവം മുതൽ ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്ത് തൻ്റെ ആത്മാവിനെ പകർന്ന് അവനിലൂടെ സംസാരിച്ച, ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിച്ച പ്രവചന നിവൃത്തീകരണമായ ക്രിസ്തു. അപ്പം ഇങ്ങനെ ഈ 7 വിഷയത്തെക്കുറിച്ചാണ്, 7 ദൈവിക സ്വർഗീയ സന്ദേശത്തെക്കുറിച്ചാണ് ഈ തുടർമാന വീഡിയോകൾ, 7 വീഡിയോകൾ ഉണ്ടാകും. ആ 7 വീഡിയോകളും ചെയ്യുവാനായിട്ട് കർത്താവിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ശരണപ്പെടുന്നത്. ഈ 7 വീഡിയോകളും നിങ്ങൾ കാണണം, അത് ഉൾക്കൊള്ളണം, അനുസരിക്കണം. ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു, പോസിറ്റീവായിട്ട്, നെഗറ്റീവായിട്ട് അത് എടുക്കരുത്. പോസിറ്റീവായിട്ട് ഈ തിരുവചനങ്ങളോട്, ഈ ദൈവിക സ്വർഗീയ സന്ദേശങ്ങളോട്, ഈ ഗുഡ് ന്യൂസിനോട് പ്രതികരിക്കണമേ എന്നും ആത്മാർത്ഥമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ, സ്വർഗത്തിൽ നിത്യജീവൻ, അതായത് നിങ്ങളുടെ മരണമെന്ന ജനനത്തിലൂടെ, നിത്യമായ ജനനത്തിലേക്ക് കടക്കുന്ന മരണമെന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് നിത്യമായ ഒരു ജീവിതം, സ്വർഗീയ ജീവിതം, നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തോടുകൂടെ, ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ, അങ്ങനെ ആ ദൈവത്തോടുകൂടെയുള്ളൊരു വാസം നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയായി തീരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഒന്നാമത്തെ സന്ദേശം, അതായത് പാപമോചകനായ ക്രിസ്തു എന്നുള്ള ഒന്നാമത്തെ സന്ദേശം ഇവിടെ ഞാൻ തുടങ്ങുന്നു. ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി കേൾക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി പശ്ചാത്താപവും അനുതാപവും നൽകി, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വീണ്ടും ജനനം നൽകി, രക്ഷ നൽകി, ജലസ്നാനം നൽകി, ആത്മസ്നാനം നൽകി, ആത്മശക്തി നൽകി, ആത്മാഗ്നി നൽകി, സ്വർഗീയ അധികാരങ്ങൾ നൽകി, നിങ്ങളെ ഫലപ്രദമായ വൃക്ഷമാക്കി, ഫലം കായ്ക്കുന്ന ഫലപ്രദമായ വൃക്ഷമാക്കി ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിനായി ഒരുക്കി നിർത്തട്ടെ. ക്രിസ്തുവിൻ്റെ വരവിങ്കൽ നിങ്ങളെല്ലാവരും രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടുവാൻ തക്കവണ്ണം, തിരസ്കരിക്കപ്പെട്ട രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടുവാൻ തക്കവണ്ണം, സ്വർഗരാജ്യത്തിന് അവകാശികളും ഓഹരിക്കാരുമായി തീരുവാൻ തക്കവണ്ണം, നിത്യതയിൽ നിങ്ങളുടെ ദൈവവും പിതാവുമായ ദൈവത്തോടുകൂടെ വസിക്കുവാൻ ഇടയാകട്ടെ എന്നുള്ള പരിപൂർണമായ ഹൃദയപൂർവ്വമുള്ള ആശംസയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഈ സ്വർഗീയ സന്ദേശം, ഈ ഗുഡ് ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ശ്രദ്ധയോടെ കേൾക്കുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പാപമോചിതനായ ക്രിസ്തു. ഇപ്പം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ കർത്താവ്, പിതാവായ ദൈവം, സൃഷ്ടാവായ ദൈവം, ആത്മാവാകുന്ന ദൈവം തൻ്റെ താൻ സൃഷ്ടിച്ച തൻ്റെ കരങ്ങൾ കൊണ്ട് പൊടിയിൽ നിന്ന് നിർമ്മിച്ച ആദാം എന്ന മനുഷ്യനോട്, പൊടിയിൽ നിന്ന് നിർമ്മിച്ച് തൻ്റെ ജീവനും തൻ്റെ ആത്മാവും പകർന്ന ജീവനുള്ള ദേഹിയാക്കി തീർത്ത ആദാമിനോട് അരുളി ചെയ്തതുപോലെ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുവാൻ സ്ത്രീയിൽ നിന്നും ഒരു പുത്രനെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്നുള്ള ആ പാപമോചിതനായ ക്രിസ്തു, അതാണ് ആദ്യത്തെ പാപമോചിതനായ ക്രിസ്തു. ഈ ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് പൂജാതനായി തീർന്നതിന് ശേഷം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4 സുവിശേഷങ്ങളിലും പറഞ്ഞു. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിരവധി പ്രാവശ്യം താൻ അവകാശപ്പെടുകയും പാപങ്ങളെ മോചിക്കുന്നതായിട്ടും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾ വായിക്കണം, നിശ്ചയമായിട്ടും വായിക്കണം. അപ്പോൾ അതായത് ഏവർക്കും മനസ്സിലാകുന്ന, അതായത് ഒരു ക്രിസ്തുവിനെക്കുറിച്ചോ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചോ ഒരു ജ്ഞാനവും ഇല്ലാത്തവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു സദ്വാർത്ത ദൂതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. അപ്പോൾ അത് നിങ്ങളെല്ലാവരും വായിക്കുക, പരിപൂർണമായിട്ട് വായിക്കുക. അതിനകത്ത് ദൈവത്തിൻ്റെ സ്നേഹം,
ദൈവത്തിൻ്റെ സ്നേഹം, ദൈവപുത്രൻ, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ മനസ്സലിവ്, ഇത്രമാത്രം അതൊക്കെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങളെല്ലാവരും ഒരാവർത്തിയെങ്കിലും നിങ്ങൾ വായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഈ പാപമോചകനായ ക്രിസ്തു, അപ്പോൾ ഇതിലാദ്യമായിട്ട് സാക്ഷീകരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ പാപമോചകനായിട്ട് സാക്ഷീകരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്നാപക യോഹന്നാനിലൂടെയാണ് സാക്ഷീകരിക്കുന്നത്. സ്നാപക യോഹന്നാൻ പറയുന്നു, യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ, യേശുക്രിസ്തു ജലത്തിൽ സ്നാനം സ്വീകരിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ, ആ കടന്നു വരുന്നത് കണ്ടപ്പോഴാണ് കർത്താവ് ഈ സ്നാപക യോഹന്നാൻ കർത്താവിനെ നോക്കി സാക്ഷീകരിക്കുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് യോഹന്നാൻ സാക്ഷീകരിക്കുകയാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങൾ വായിക്കാം. 35 മുതലുള്ള വചനങ്ങൾ വായിക്കാം. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ഉള്ളത് 36-ാമത്തെ തിരുവചനമാണ്. രണ്ടുപേർ അവിടെ നിന്ന് നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, അതായത് കടന്നു വരുന്ന യേശുവിനെ, ജലസ്നാനം സ്വീകരിക്കുവാനായിട്ട് കടന്നു വരുന്ന യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അതായത് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം ലോകത്തിൻ്റെ പാപം, നമ്മുടെ വിഷയം പാപമോചിതനായ ക്രിസ്തു എന്നുള്ളതാണ്. അപ്പം പാപമോചിത ലോകത്തിൻ്റെ പാപം ആദ്യമായിട്ട് അദ്ദേഹം സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു. ഇത് തന്നെ കർത്താവ് തന്നെ ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. പിന്നെ കർത്താവ് തന്നെ താൻ പാപങ്ങളെ മോചിക്കുവാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് കർത്താവ് തന്നെ ഈ സുവിശേഷത്തിൽ, ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പല ആവർത്തി പറയുന്നുണ്ട്, തെളിയിക്കുന്നുണ്ട്, പാപം മോചിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, മേലിൽ പാപം അധികം ദോഷമായി സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ പാപമോചിതനായ ക്രിസ്തു, പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ള ക്രിസ്തു, അതിന് അധികാരം ലഭിച്ചവനായ ക്രിസ്തു. കാര്യം ദൈവത്തിനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ മറ്റാർക്കും അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഈ പാപമോചിതനായ ക്രിസ്തു എന്ന് യോഹന്നാനും കർത്താവായ യേശുക്രിസ്തുവും യോഹന്നാൻ സാക്ഷീകരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു അവകാശപ്പെടുന്നത് താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ്. അതായത് ദൈവത്തിന് മാത്രമേ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളൂ. ആ അധികാരം ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടില്ല. മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പലരും പാപം മോചിക്കുന്നുണ്ട്, പല രീതികളിലും പാപം മോചിക്കുന്ന മനുഷ്യരുണ്ട്. ഞങ്ങൾക്ക് അധികാരം കിട്ടിയിരിക്കുന്നുവെന്നും പറഞ്ഞ് ദൈവവചനത്തിന് ദുർവ്യാഖ്യാനം ചെയ്ത് പാപങ്ങളെ മോചിക്കുന്ന രീതികൾ ഇപ്പോഴുണ്ട്. ഇപ്പോഴല്ല, കുറേ ഈ കൃപായുഗത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണ യുഗത്തിൽ യാഗം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പുരോഹിതൻ അവരെ ആശീർവദിക്കുന്നുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ ഈ യാഗം ദൈവം സ്വീകരിച്ചുകൊണ്ട് യാഗാർപ്പണത്തിനായിട്ട് യാഗവസ്തുവുമായി വരുന്ന ആ വ്യക്തിയെ ആ യാഗത്തിൻ്റെ രക്തമെടുത്ത് തളിച്ചുകൊണ്ട് ആ പുരോഹിതൻ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പ്രമാണമുണ്ടായിരുന്നു. അതായത് ന്യായപ്രമാണത്തിൽ പ്രമാണമുണ്ടായിരുന്നു. അങ്ങനെ പാപം മോചിക്കുവാനായിട്ട് പുരോഹിതന്മാർക്ക് പ്രമാണം കൊടുത്തിരുന്നു. ഈ രക്തം തളിച്ചുകൊണ്ട് യാഗ അർപ്പണം വസ്തുവായ മൃഗമാകട്ടെ മറ്റെന്തുമാകട്ടെ അതിൻ്റെ അംശമെടുത്ത് ഇവരുടെ മേൽ തളിച്ചുകൊണ്ട്
ഇവരുടെ തലയിൽ കൈവച്ച് അവരുടെ പാപം മോചിക്കുവാനായിട്ടുള്ള അധികാരം ദൈവം പഴയ നിയമ, അതായത് ന്യായപ്രമാണ യുഗത്തിലെ ശുശ്രൂഷകന്മാർക്ക്, ദൈവിക ശുശ്രൂഷകന്മാർക്ക് കൊടുത്തിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെന്ന് പറഞ്ഞാൽ യാഗങ്ങളില്ല, ഇനി യാഗമില്ല. നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ പാപമോചനത്തിനായിട്ടുള്ള യാഗങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതാണ് കർത്താവ് പറഞ്ഞത്, സകലതും നിവൃത്തിയായി, ഇനി പാപങ്ങളുടെ മോചനത്തിനായി ഒരു യാഗവും ശേഷിക്കുന്നില്ല. താൻ തന്നെ, ദൈവമായ താൻ തന്നെ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ മോചകനായ യാഗമായി തീർന്നു. ആ യാഗം നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഏതൊരു മനുഷ്യൻ ആ യാഗം വിശ്വസിക്കുന്നുവോ, അപ്പോൾ ആ യാഗരക്തത്തിൽ വിശ്വസിക്കുന്നുവോ, ആ യാഗരക്തത്തിൻ്റെ ശുദ്ധീകരണം ഏറ്റെടുക്കുന്നോ, അപ്പോൾ അവന് പാപമോചനം ലഭിക്കും. അങ്ങനെ പാപമോചനം ലഭിച്ചു കഴിഞ്ഞാലും അവന് വീണ്ടും പാപം ചെയ്യുവാൻ അധികാരമില്ല. എങ്കിലും അവൻ തെറ്റിപ്പോയെങ്കിൽ, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ജഡത്തിലാണ്, നമ്മുടെ ആത്മാവാണ് രക്ഷിക്കപ്പെട്ടത്. ആത്മാവും പ്രാണനുമാണ്, ദേഹിയുമാണ് രക്ഷിക്കപ്പെട്ടത്. പക്ഷെ ജഡം രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആത്മാവാണ് രക്ഷിക്കപ്പെട്ടത്, ദേഹിയും ജഡവും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ദേഹിയും ജഡവും കൂടിയാണ് നമ്മളെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വീണു പോകും. ജഡത്തിൽ നമ്മൾ ആയിരിക്കുന്നത് കൊണ്ട് ദേഹീമണ്ഡലത്തിൻ്റെയും ദേഹീമണ്ഡലത്തിൻ്റെ രക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. ദേഹമണ്ഡലത്തിൻ്റെ രക്ഷ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കലാണ്. എന്ന് കർത്താവായ യേശുക്രിസ്തു വരും, അന്നാണ് നമ്മൾ ജീവനോടിരിക്കുകയാണെങ്കിൽ നമ്മൾ രൂപാന്തരം പ്രാപിച്ച് തേജസ്കരിക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ പഴയ നിയമം അന്ന് വരെയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. അന്നാണ് ദേഹത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്. എന്നാൽ ദേഹിയുടെ വീണ്ടെടുപ്പ് നമ്മൾ ജീവനോടെ ഇരിക്കുന്ന കാലം, അതായത് രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഹൃദയത്തിൽ വിശുദ്ധീകരിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുന്ന ആ സമയം മുതൽ, അതായത് രക്ഷിക്കപ്പെടുന്ന ആ സമയം മുതൽ നമ്മൾ മരണസമയം, നമ്മുടെ മരണസമയം അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ്, നമ്മളെ ചേർക്കുവാൻ, തൻ്റെ വിശുദ്ധനായ മക്കളെ ചേർക്കുവാൻ വീണ്ടും വരുന്ന ആ സമയം വരെയും നമ്മളിൽ നടക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ദേഹീമണ്ഡലത്തിൻ്റെ രക്ഷ. അത് തുടർമാനമായി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രക്രിയ, അതായത് തുടർമാനമായി അനുദിനം നടക്കുന്ന കാര്യമാണ് ദേഹീമണ്ഡലത്തിൻ്റെ രക്ഷ. ദേഹമണ്ഡലത്തിൻ്റെ രക്ഷ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കിൽ നടക്കുന്നു, ആ സമയത്ത് നടക്കുന്നു. പക്ഷേ ഈ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നാം എപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുന്നുവോ ആ നിമിഷം ആത്മാവിൻ്റെ രക്ഷ നടന്നു കഴിഞ്ഞു. അതായത് നമ്മുടെ ആത്മാവ് നിത്യജീവൻ അവകാശിയായി തീർന്നു. ഇതാണ് ആ രക്ഷയുടെ നമ്മൾ ആ മൂന്ന് ഭാഗങ്ങൾ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ വിശുദ്ധ ജീവിതം, അതായത് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കണം. അതിന് നമുക്കുള്ള വഴികാട്ടിയാണ്, അതിന് നമുക്കുള്ള ചൂണ്ടുപലകയാണ് വിശുദ്ധ വേദ പുസ്തകം. അതിന് നമ്മളെ സഹായിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകിയിരിക്കുന്ന കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥത്തിലൂടെയും സഹായത്തിലൂടെയും ദൈവവചനത്തിലൂടെ നമുക്ക് ഈ വിശുദ്ധ ജീവിതത്തിലേക്ക് നടന്നു പോകുവാനും ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാനും നമുക്ക് കഴിയും. പരിശുദ്ധാത്മാവിനാലല്ലാതെ നമുക്ക് ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കഴിയത്തില്ല. കാര്യം ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രം, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടും സഹകരണത്തോടും കൂടി മാത്രമേ വിശുദ്ധ ജീവിതം നയിപ്പാനായിട്ട് ഏതൊരു മനുഷ്യനും കഴിയത്തുള്ളൂ. അതിന് നമ്മൾക്ക് ദൈവം നമ്മളെ അതിനുവേണ്ടിയാണ് ദൈവം പിതാവായ ദൈവത്തോട് കർത്താവായ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പുനരുദ്ധാനം ചെയ്ത് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ചെന്നതിന് ശേഷം ആദ്യം മധ്യസ്ഥത വഹിച്ചത് സഹായകനായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കണമെന്നുള്ളതാണ്. അങ്ങനെ ആ പരിശുദ്ധാത്മാവ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത പിതാവായ ദൈവം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഇന്ന് ഭൂമിയിലേക്ക് അയച്ചു. ആ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്ന ദിവസമാണ് പെന്തക്കോസ്ത് നാൾ. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശേഷം 50-ാം ദിവസം, പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ 50-ാം ദിവസം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. ഇതുവരെയും മടങ്ങിപ്പോയിട്ടില്ല. ഇനി പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. ഇപ്പം രണ്ടാം വരവിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രത്യക്ഷ വരവും, ഒന്ന് അദൃശ്യ വരവും, ഒന്ന് ദൃശ്യവരവും. ഈ അദൃശ്യ വരവെന്ന് പറഞ്ഞാൽ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധരെ ചേർക്കുവാൻ വേണ്ടിയാണ്.
തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധരെ, അതായത് ദൈവമക്കളായി തീർന്ന വിശുദ്ധരെ ചേർക്കുവാൻ വേണ്ടിയാണ് അദൃശ്യമായ വരവ്. അത് ലോക മനുഷ്യന് കാണാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ, അതായത് ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത വളരെ ഗുരുതരമായ, വളരെ ദാരുണമായ അപകടങ്ങൾ, വളരെയേറെ വളരെ നമുക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സിന് ചിന്തിക്കുവാൻ കഴിയാത്തത്ര അപകടങ്ങൾ ആ സമയത്തുണ്ടാകും. കാര്യം അതാണ്. കാര്യം അന്ന് അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിന് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്, റാപ്ചറിനെ കുറിച്ച് സംസാരിക്കുന്ന, റാപ്ചർ എന്നുള്ള ആ സ്വർഗീയ സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച്, അന്നുണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ, ലോകത്ത് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ, വളരെ ഗുരുതരവും വളരെ ഭീകരവുമായ അപകടങ്ങൾ, അന്നേരം ആ വീഡിയോയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ റാപ്ചർ സമയത്ത് അങ്ങനെ ദൈവമക്കളെ, ദൈവത്തിൻ്റെ മക്കളെ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ക്രിസ്തുവിലായിത്തീർന്നിരിക്കുന്ന, ക്രിസ്തുവിൽ ജീവിക്കുന്ന അവരെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും. അപ്പോൾ അതുവരെയും ആ റാപ്ചർ അതുവരെയും ആണ് നമ്മുടെ ഈ ഇതിൻ്റെ രക്ഷ, അതായത് ജഡത്തിൻ്റെ രക്ഷ, ആത്മാവിൻ്റെ രക്ഷ നടന്നു കഴിഞ്ഞു. രക്ഷിക്കപ്പെടുന്ന നാളിൽ ആത്മാവിൻ്റെ രക്ഷ നടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ദേഹീ മണ്ഡലത്തിൻ്റെ രക്ഷ, അതായത് ദേഹീ മണ്ഡലത്തിൻ്റെ രക്ഷ തുടർമാനമായി നടക്കുന്ന കാര്യം. അത് കഴിഞ്ഞ് ദേഹമണ്ഡലത്തിൻ്റെ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ, റാപ്ചർ സമയത്ത്. അതാണ് ഈ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കുന്നത്. നമ്മുടെ രക്ഷ പൂർത്തീകരിക്കുന്നത് ഈ 3 ഘട്ടങ്ങളായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ പാപവിമോചകനായ ക്രിസ്തു, അപ്പം പാപങ്ങളുടെ മോചനം, കർത്താവായ യേശു ക്രിസ്തുവാണ് പാപമോചകൻ എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപവിമോചകനായ ക്രിസ്തു. പിന്നെ കർത്താവായ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതായത് പാപികളായിരിക്കുന്ന നാം, റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ പാപമില്ലാത്ത ദൈവം നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നു. അതായത് ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവനെ ദൈവം പാപമാക്കി മനുഷ്യവർഗത്തിൻ്റെ, തൻ്റെ സൃഷ്ടിയുടെ സകല പാപങ്ങളും അവയുടെ ശാപങ്ങളും അവയുടെ ശിക്ഷകളും ദൈവം, പിതാവായ ദൈവം, സർവശക്തനായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി എന്നാണ് തിരുവചനം നമ്മൾ പഠിക്കുന്നത്. ആ ചുമത്തിയ സമയമെന്നുള്ളത് നമ്മൾ 4 സുവിശേഷങ്ങളിലും കാണുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യനാൾ, അതായത് ക്രൂശീകരണത്തിൻ്റെ തലേനാൾ, വെള്ളിയാഴ്ചയാണ് കർത്താവിനെ ക്രൂശിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് പെസഹ ആചരണത്തിന് ശേഷം ഗെത്സമന എന്നുള്ള തോട്ടത്തിൽ പോയി യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. ആ പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിയർപ്പ് കണങ്ങൾ, അതായത് രോമകൂപങ്ങളിലൂടെ, വിയർപ്പ് തുള്ളികൾ വരുന്ന രോമകൂപങ്ങളിലൂടെ, അതായത് വിയർപ്പ് പുറത്തേക്ക് വരുന്ന സുഷിരങ്ങളിലൂടെ രക്തം പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ദൈവം, പിതാവായ ദൈവം, ആത്മാവാകുന്ന ഏകസത്യ ദൈവം, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ മേൽ ആ സകല പാപവും, മനുഷ്യവർഗത്തിൻ്റെ തൻ്റെ സൃഷ്ടിയുടെ സകല പാപവും ശാപവും രോഗവും എല്ലാം ചുമത്തിയ സമയം അതായിരുന്നു. അതിൻ്റെ വേദന, അതിൻ്റെ ആ തീക്ഷ്ണത സഹിക്കാൻ വയ്യാതെ കൊണ്ട് ഹൃദയത്തിൽ വന്ന ആ മാറ്റമാണ്. അതുകൊണ്ടാണ് അത് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് ആ അവസ്ഥ എന്താണെന്നുള്ളത്. അതായത് മനുഷ്യൻ്റെ ശരീരത്തിന് സഹിക്കാൻ കഴിയാത്തത്ര വേദനയെന്നാണ് ശാസ്ത്രം അതിനെക്കുറിച്ച് പറയുന്നത്. ശരിയായിട്ടുള്ള നിർവചനം ഇപ്പോഴും ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പറയുന്നത് മനുഷ്യ ശരീരത്തിന്, ബുദ്ധിക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര വേദന ശരീരത്തിനുള്ളിൽ ഉണ്ടാകുമ്പോൾ, ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിക്രിയയാണ് ഈ സുഷിരങ്ങളിലൂടെ, അതായത് വിയർപ്പ് സുഷിരങ്ങളിലൂടെ ബ്ലഡ് പുറത്തു വരുന്നത് എന്ന് അവർ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം, ശാസ്ത്രം സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വേദനയായിരുന്നു. ഇപ്പം നമ്മൾ യാഗങ്ങൾ, പഴയ നിയമത്തിൽ 5 യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 5 യാഗങ്ങളെക്കുറിച്ച് പറയുന്നത്, ഈ 5 യാഗങ്ങൾ കൊണ്ടുവരുന്ന യാഗാർത്ഥി, അതായത് യാഗം നടത്തുന്നയാൾ ഈ യാഗവസ്തുവിൻ്റെ മേൽ, അല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിലും
മറ്റ് വസ്തുവകയാണെങ്കിൽ അവരുടെ തലമേൽ അതെങ്കിൽ ആ യാഗവസ്തുവിൻ്റെ മേൽ കൈവയ്ക്കണം. കൈവച്ച് തൻ്റെ പാപങ്ങളും താൻ ചെയ്ത പാപത്തിൻ്റെ ശാപവും കുറ്റവും ശിക്ഷയും എല്ലാം ആ വസ്തുവിൽ മേൽ അർപ്പിക്കുന്ന ഒരു അടയാളമാണ് അവൻ്റെ വലങ്കരം ഉയർത്തി ഈ യാഗവസ്തുവിൻ്റെ മേൽ വയ്ക്കുക എന്നുള്ളത്. ആ പാപം മുഴുവൻ ആ വസ്തുവിൻ്റെ മേൽ അർപ്പിക്കുന്നതാണ്. അതാണ് അതിൻ്റെ എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് ഈ യാഗങ്ങളെല്ലാം, അതായത് പഴയ നിയമത്തിൽ പഴയ നിയമം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നിഴലാണ്, പുതിയ നിയമം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പുരളാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ നിഴലാണ്. അതെല്ലാം യാഥാർത്ഥ്യമായത് പുതിയ നിയമത്തിലാണ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഇതിവിടെ ഈ സമയത്ത്, അതായത് ഗെത്സമന തോട്ടത്തിൽ വെച്ച് ദൈവത്തോടുള്ള പ്രാർത്ഥന കഴിയുമെങ്കിൽ ആ വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആ അവസ്ഥയിലാണ് പറയുന്നത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. അത്രമാത്രം വേദനയായിരുന്നു. അത് പക്ഷേ പിന്നീടത് മാറ്റി അദ്ദേഹം പറഞ്ഞു, എങ്കിലും എൻ്റെ ഹിതമല്ല. അപ്പോൾ തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഉടനെ തന്നെ പറഞ്ഞു, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. കാര്യം ഈ യാഗം അർപ്പിക്കാൻ വേണ്ടി വന്നവനാണ്. ഈ യാഗത്തിന് വേണ്ടി ഇതായിരുന്നു തൻ്റെ ലക്ഷ്യം, സ്വർഗീയ ലക്ഷ്യം. താൻ ഭൂമിയിലേക്ക് വന്ന ഇതിൻ്റെ ലക്ഷ്യം തന്നെ ഈ യാഗം അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വേദനയുടെ ഇതിൽ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ പറഞ്ഞ്, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ആ യാഗം സമർപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ വേദന, അപ്പോൾ ആ പാപം മുഴുവനും ഏറ്റെടുത്ത ആ ഒരു സമയമായിരുന്നു നമ്മളുടെ പാപവിമോചനം. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ വചനം, അതായത് ദൈവത്തിൻ്റെ വചനം ഇത് എല്ലാവർക്കും സകലർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം തന്നെയെന്ന് പറയും. അപ്പം നമ്മളിത് പരിപൂർണമായി വിശ്വസിക്കുക. ഇത് സത്യവചനമാണ്. ഇത് വ്യക്തികൾക്കുള്ളതല്ല, ഒരു ജാതിക്കുള്ളതല്ല, ഒരു സമൂഹത്തിനുള്ളതല്ല, ഒരു ഗ്രൂപ്പിനുള്ളതല്ല. ഇത് സകല മനുഷ്യർക്കും രക്ഷാകരമായ സന്ദേശമാണ് വിശുദ്ധ ബൈബിൾ അഥവാ സത്യവേദ പുസ്തകം. ഇത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുക. വിശ്വസിക്കുവാൻ യോഗ്യമായ വചനം ഇത് മാത്രമാണ്. അതുകൊണ്ട് പൂർണ്ണമായി ഇത് വിശ്വസിക്കുക. അപ്പം ഇത് പാപമോചനത്തിനായിട്ട് പാപങ്ങൾ മുഴുവനും ദൈവം പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി ആ യാഗം അവിടെ വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ ഇതായി. പിന്നെ വരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ശാഖകൾ മാത്രമാണ്. കാര്യം പിന്നെ ക്രൂശ്, അവിടെ ന്യായവിധികൾ 5 കോടതികൾ 6 പ്രാവശ്യം മാറി വിസ്തരിക്കുന്നു. ഈ 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി വിസ്തരിക്കുന്നതിനൊക്കെ വളരെ ഇതുണ്ട്. കാര്യം ഒരു യാഗമൃഗത്തെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പുരോഹിതൻ അതിനെ പല ആവർത്തി, അതായത് 5 ആവർത്തി തന്നെ, അല്ലെങ്കിൽ അവർ പല രീതികളിൽ ഇത് പരിശോധിച്ച് അതിൻ്റെ ആ ഊനമില്ലാത്തതാണ് യാഗം അർപ്പിക്കുവാനായിട്ട് ഇത് യോഗ്യമായ മൃഗമാണെന്ന്, ഊനമില്ലാത്തതാണെന്ന് ബോധ്യപ്പെടുത്തണം. അതാണ് 5 കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ അതിൻ്റെ നിഴൽ ഇവിടെ പൂർത്തിയാകുകയാണ്. 5 കോടതികളിൽ 6 പ്രാവശ്യം യേശുക്രിസ്തുവിനെ പരിശോധിച്ചു, ന്യായാധിപന്മാർ പരിശോധിച്ചു. ഈ 5 പ്രാവശ്യം 6 കോടതികളിൽ ന്യായാധിപന്മാർ പരിശോധിച്ചെങ്കിലും ഈ 6 പ്രാവശ്യവും വിസ്തരിച്ച ന്യായാധിപന്മാർ പറഞ്ഞു, ഇവനിൽ യാതൊരു കുറ്റവുമില്ല, ഇവൻ യാതൊരു കുറ്റവും ചെയ്തില്ല, ഇവൻ പാപമില്ലാത്തവനാണ്, ഇവൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ന്യായാധിപന്മാരെല്ലാവരും വിധിച്ചത്. എന്നാൽ ഇത് ദൈവികമായി വന്ന കാര്യമായുണ്ട്. പാപമോചനം എന്നുള്ളത് ദൈവം ഈ യാഗമായി തീരുവാൻ വന്നതായതുകൊണ്ട് ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ നിവർത്തിക്കേണ്ടതായതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ദൈവിക രക്ഷാകര പദ്ധതി ആയതുകൊണ്ട് അത് സംഭവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ക്രൂശിക്കുന്നതിന് വേണ്ടി ഇതിന് സൈന്യാധിപനായിട്ട് സൈന്യാധിപനായിട്ട് നിയമിക്കപ്പെട്ട ആ സൈന്യാധിപൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്ത, അത് ഏൽപ്പിച്ചു കൊടുത്ത് ഇനി ശിക്ഷ നടപ്പാക്കാനായിട്ട് നേതൃത്വം കൊടുത്ത ആ സൈന്യാധിപൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് 6 മണിക്കൂർ 6 മണിക്കൂറല്ല, ആ ക്രൂശീകരണ സമയം മുതൽ ഇങ്ങോട്ട് ആ മരണം വരെയും നടന്ന യേശുക്രിസ്തുവിൽ നടന്നതും യേശുക്രിസ്തുവിൻ്റെ ആ മനോഭാവവും സ്വഭാവവും ആ ത്യാഗവും എല്ലാം കേട്ട മനസ്സിലാക്കിയ ആ ന്യായാധിപൻ
അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് സംഭവിച്ച കാര്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ മരണസമയം ക്രൂശീകരണത്തിൽ കിടന്ന് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളും, അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് പ്രപഞ്ചത്തിൽ, അതായത് പ്രകൃതിയിൽ നടന്ന കാര്യങ്ങളെല്ലാം കണ്ട് ബോധ്യപ്പെട്ട ആ ന്യായാധിപൻ സാക്ഷീകരിക്കുന്നു, ഈ മനുഷ്യൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു, ഇവൻ നീതിമാനായിരുന്നു എന്നാണ് ആ ന്യായാധിപൻ അവനും സാക്ഷീകരിക്കുന്നത്. അപ്പം എല്ലാം പാപം അറിയാത്തവനെന്നാണ് ക്രിസ്തുവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പൗലോസ്ലീഹായുടെ പറഞ്ഞിരിക്കുന്നത് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. യേശുക്രിസ്തു പാപം അറിഞ്ഞിട്ടില്ലായിരുന്നു, പാപം അറിയാത്തവനെ. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു തന്നെ ജനത്തെ, തൻ്റെ സ്വന്തം ജനമായ യഹൂദ ജനത്തെ നോക്കി വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും, അതായത് ഞാൻ പാപം ചെയ്തിട്ട് വേണ്ടുണ്ടെന്ന് നിങ്ങൾ ആർ എന്നെ ബോധ്യപ്പെടുത്തുമെന്ന് ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ, അതായത് വ്യഭിചാരിയായ സ്ത്രീയെ കല്ലെറിയുവാനായിട്ട് ഇവർ കൊണ്ടുവരുമ്പോൾ കർത്താവ് അവിടെ ഇരുന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവരെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ എല്ലാം മനസ്സാക്ഷി അവരെ കുത്തിയതുകൊണ്ട് ആരും ആ സ്ത്രീയെ ശിക്ഷിക്കാതെ കണ്ട് എല്ലാവരും പിരിഞ്ഞുപോയി. അവസാനം യേശുവും ആ സ്ത്രീയും മാത്രം അവശേഷിച്ചു. അങ്ങനെ യേശു ആ സ്ത്രീയോട് പറയുന്നുണ്ട്, ഇനി മോളെ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. കർത്താവ് അവിടെയും പറയാം, കർത്താവിൻ്റെ ദൈവത്വം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അവിടെയും വെളിപ്പെടുത്തുകയാണ്. പാപം മോചിക്കുന്നു, ആ സ്ത്രീയുടെ പാപം കർത്താവ് യേശുക്രിസ്തു മോചിക്കുന്നു. ഞാൻ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു, നീ മേലിൽ പാപം ചെയ്യരുത് എന്നുള്ള കൽപ്പനയും കൊടുത്ത് ആ സ്ത്രീയെ പറഞ്ഞയക്കുകയാണ്. അതായത് മഗ്ദലേനക്കാരത്തി മറിയയാണ് ആ സ്ത്രീ, മഗ്ദലേനക്കാരത്തി മറിയ. പിന്നെ അതിന് ശേഷം കർത്താവിനോട് കൂടെ നടന്ന മരണം, കർത്താവിൻ്റെ ക്രൂശീകരണം വരെയും, അത് കഴിഞ്ഞ് ക്രൂശീകരണ ശേഷം കല്ലറയിൽ ആദ്യമായി ശനിയാഴ്ച ശബത്ത് കഴിഞ്ഞതിന് ശേഷം ഞായറാഴ്ച പ്രഭാതത്തിൽ ഇരുട്ടോടുകൂടി കല്ലറയിൽ ഓടിച്ചെല്ലുന്ന സ്ത്രീ, അതും ഇതാണ്, ഈ മഗ്ദലേനക്കാരത്തി മറിയയാണ്. അപ്പോൾ ആ മറിയയുടെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, കാര്യം അങ്ങനെ രക്ഷിച്ച ഒരു വ്യക്തിയാണ്, ദൈവമാണ്. അപ്പോൾ ആ സ്നേഹം, ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം, അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ആ മറിയയുടെ സ്നേഹം, മറിയയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം കേട്ടോ. മറിയയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. മഗ്ദലേനക്കാരത്തി മറിയയുടെ സ്നേഹത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച്, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും പഠിക്കണം, അറിയണം. ഞാൻ അതിനെക്കുറിച്ച് തന്നെ, മഗ്ദലേനക്കാരത്തി മറിയയെക്കുറിച്ച് തന്നെ ഒരു ദൈവിക സന്ദേശം പരിശുദ്ധാത്മാവ് നൽകുവാൻ, എന്നിലൂടെ നൽകുവാൻ, ഒരു വീഡിയോ ചെയ്യുവാൻ ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതിനുള്ള സന്ദർഭം എനിക്ക് ലഭിക്കുമാറാകട്ടെ, ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ പാപം മോചിക്കുന്ന, പാപവിമോചകനായ ക്രിസ്തു, അപ്പോൾ ഈ ദൈവം അവനെ നമുക്ക് കാര്യം ദൈവത്തിന് മാത്രമാണ് പാപം മോചിക്കുവാൻ അധികാരം. മറ്റ് മനുഷ്യർക്ക് ആർക്കും പാപം മോചിക്കുവാൻ അധികാരം കൊടുത്തിട്ടില്ല. ഒരു തിരുവചനം കിടക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അധികാരം, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അത് നിർത്തിയിരിക്കുന്നുവെന്ന് ഒരു തിരുവചനം കിടക്കുന്നുണ്ട്. ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല സമുദായ സഭകളും പാപങ്ങളെ സമുദായ സഭയുടെ മേലധ്യക്ഷന്മാർ, അതായത് ആ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർ പാപങ്ങളെ മോചിക്കുന്നുണ്ട്. എന്നാൽ അത് ആ വചനം കൊടുത്തിരിക്കുന്നത് പാപങ്ങളെ മോചിക്കുവാനല്ല, പാപങ്ങളെ മോചിക്കുവാൻ. അതായത് നമ്മൾ ഈ ഭൂമിയിൽ കെട്ടുന്ന കെട്ടുകൾ, മനുഷ്യൻ പരസ്പരം കെട്ടുന്ന കെട്ടുകൾ, താൻ തന്നെ കെട്ടുന്ന കെട്ടുകൾ, ദൈവത്തിനോട് അടുക്കുന്നതിന്, മനുഷ്യരോടടുക്കുന്നതിന്, അതായത് ദൈവത്തോടും മനുഷ്യരോടും ക്രമീകരണം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് തടസ്സമായിട്ട് നാം തന്നെ കെട്ടുന്ന കെട്ടുകൾ. പിന്നെ നാം തന്നെ കെട്ടുന്ന കെട്ടുകളുണ്ട്, നാം തന്നെ നമ്മളെ കെട്ടുന്നു. പിന്നെ ദുരാത്മാവ്, അതായത് സാത്താൻ കെട്ടുന്ന കെട്ടുകളുണ്ട്. ദൈവം കെട്ടുന്ന കെട്ടുകൾ ദൈവം തന്നെ അഴിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ കെട്ടും. ഇങ്ങനെ 3 കെട്ടുകളുണ്ട് നമ്മുടെ മനുഷ്യർക്ക്. അപ്പം ഈ നമ്മൾ കെട്ടുന്ന കെട്ടുകൾ, നാം ഓരോരുത്തരും വ്യക്തിപരമായി നമ്മളെ കെട്ടുന്ന, പിന്നെ മനുഷ്യൻ നമ്മളെ കെട്ടുന്ന കെട്ടുകളുണ്ട്, മറ്റുള്ളവർ നമ്മളെ കെട്ടുന്ന കെട്ടുകളുണ്ട്. അതായത് മനുഷ്യരായിട്ടുള്ളവർ തന്നെ നമ്മളെ കെട്ടുന്ന കെട്ടുകൾ, ആഭിചാര അനാചാരങ്ങൾ, മറ്റ് പ്രവർത്തികൾ, വാക്കുകൾ, അവരുടെ വാക്കുകൾ കൊണ്ട് കെട്ടുന്നത്, ആ കെട്ടുകൾ, ആഭിചാര പ്രവർത്തികളുടെ കെട്ടുന്ന കെട്ടുകൾ, പിന്നെ സാത്താൻ കെട്ടുന്ന കെട്ടുകൾ, ഇങ്ങനെ. പിന്നെ ദൈവം കെട്ടുന്ന കെട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ അഴിച്ചു തരും. എന്നാൽ ഈ സാത്താൻ കെട്ടുന്ന കെട്ടുകളും അതുപോലെ തന്നെ മനുഷ്യർ കെട്ടുന്ന കെട്ടുകളും,
നമുക്കെതിരെ മനുഷ്യർ കെട്ടുന്ന കെട്ടുകളും സാത്താൻ ശക്തി ഉപയോഗിച്ച് കെട്ടുന്ന കെട്ടുകളും മനുഷ്യൻ്റെ നാവ് ഉപയോഗിച്ച് കെട്ടുന്ന കെട്ടുകളും പിന്നെ നാം തന്നെ നമ്മൾക്കെതിരായിട്ട് കെട്ടുന്ന കെട്ടുകളും, ഈ കെട്ടുകളെ അഴിക്കുവാനാണ് ദൈവം ആ അധികാരം കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് പാപങ്ങൾ മോചിക്കുവാനല്ല. ഈ കെട്ടുകൾ, അതായത് അങ്ങനെ ആ അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അത് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനെ ആ വിഷയത്തെ അഴിച്ചു കളയുവാൻ, അതിനെ ശാസിച്ച് അഴിച്ചു കളയുവാൻ, ആ കെട്ടുകളിൽ നിന്ന് കെട്ടപ്പെട്ട വ്യക്തി അവൻ ക്രമീകരണം പ്രാപിക്കണം. ക്രമീകരണം പ്രാപിച്ചാലാണ് ആ ഓരോ പിശാചിന് സാത്താൻ കെട്ടിരിക്കുന്ന കെട്ട് ശാസിച്ച് അധികാരം പ്രാപിച്ച ദൈവിക ശുശ്രൂഷകന്മാർ, ദൈവത്തിൻ്റെ പുരുഷന്മാർ, ദൈവപുരുഷന്മാർ അല്ലെങ്കിൽ ദൈവദാസന്മാർ, അധികാരം ലഭിച്ച ദൈവദാസന്മാർ ആ സാത്താൻ്റെ കെട്ടുകൾ ശാസിച്ച് അഴിച്ചു കളയും, തിരുവചനപ്രകാരം അഴിച്ചു കളയും. പക്ഷേ അഴിച്ചു കളയുമ്പോഴും ആരെയാണോ കെട്ടിയിരിക്കുന്ന അവൻ്റെ ഒരു സമർപ്പണം അതിനാവശ്യമുണ്ട്. കാര്യം അവൻ അവിടെ അത് ഉപേക്ഷിക്കണം. അവനത് താല്പര്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി ആ കാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര അധികാരം ലഭിച്ച ദൈവദാസനാണ്, ദൈവപുരുഷനാണെങ്കിലും ശാസിച്ചാൽ പോകത്തില്ല. കാര്യം അവകാശം അവൻ്റെ മേൽ, സാത്താൻ്റെ അവകാശം അവൻ്റെ മേൽ കിടക്കുക. ഈ സാത്താൻ്റെ അവകാശം ഉപേക്ഷിക്കുവാനായിട്ട് ഈ അവകാശം കിടക്കുന്ന ആ വ്യക്തി അത് മനഃപൂർവ്വമായിട്ട് ഹൃദയപൂർവ്വം അത് ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ച് കളഞ്ഞാൽ ആ ശാസന ഏൽക്കത്തുള്ളൂ. ആ ശാസന അതിൽ നിന്ന് മോചനം കിട്ടുന്നത്. അപ്പോൾ അതിലും നമുക്ക് പങ്കുണ്ട്. നമ്മുടെ പങ്കാളിത്തം അതിനകത്തുമുണ്ട്. അപ്പോൾ അതും നമ്മൾ ചെയ്യണം. അതുപോലെ നമ്മൾ തന്നെ കെട്ടിയ കെട്ടുകൾ, നാം തന്നെ നമുക്കെതിരായിട്ട് കെട്ടി, അറിഞ്ഞും അറിയാതെയും നാം തന്നെ നമ്മൾ കെട്ടിയ കെട്ടുകൾ നാം തന്നെ അഴിക്കണം. അത് ഒരു ദൈവദാസനെ കൊണ്ടും ഒരു അഭിഷിക്തനെ കൊണ്ടും ഒരു ദൈവപുരുഷനെ കൊണ്ടും അഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ അഴിച്ചതിന് ശേഷം അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പിക്കാം ശുദ്ധീകരണത്തിന് വേണ്ടി. കാര്യം അതിനുള്ള അധികാരം നമ്മളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, അതായത് ദൈവത്തോട് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള അധികാരം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കുണ്ട്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ട് കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ നിർമ്മലീകരിക്കുമെന്നൊക്കെ ഒന്നും ഇടയായിത്തീരും. പക്ഷെ നാം കെട്ടിയ കെട്ടുകൾ നാം തന്നെ അഴിച്ചേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് അവിടെ വേറെ ഒരു മാർഗവും ഇല്ല. അപ്പോൾ ഇതാണ് ഈ പാപമോചനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. പാപമോചനത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ഇത് കർത്താവായ യേശുക്രിസ്തുവിനല്ലാതെ, ദൈവത്തിനല്ലാതെ പാപങ്ങൾ മോചിക്കുവാനായിട്ട് മനുഷ്യർക്ക് അധികാരമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ എബ്രായ ലേഖനം കൃത്യമായി വായിക്കുക. പ്രാർത്ഥനയോടുകൂടി എബ്രായർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസിലെ എബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ഏറ്റവും അതിനകത്ത് പറയുന്ന 1, 2, 3, 4 അധ്യായങ്ങളിൽ പറയുന്നത് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠനായ ക്രിസ്തുവിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, സമയം പരിശുദ്ധാത്മാവ് അനുവദിക്കുന്ന പക്ഷം ശ്രേഷ്ഠനായ ക്രിസ്തു എന്നുള്ള ഒരു ആത്മീയ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ശ്രേഷ്ഠനായ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും മേലെ, അതായത് ഈ ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിൽ എല്ലാത്തിനും മേലായ നാമം ധരിച്ചവനായ ക്രിസ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് ആ വിഷയം 7 കാര്യങ്ങളാണ് അതിനകത്തുമുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ദൈവിക സമയത്തിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. പുറകെ ഉണ്ടാകും, ഞാനത് പറയാം. അപ്പോൾ നിങ്ങൾ കാണുക. അപ്പോൾ ശ്രേഷ്ഠനായ ക്രിസ്തു, അപ്പോൾ ഈ എല്ലാത്തിനും പാപം വിമോചനായ ശ്രേഷ്ഠനായ ക്രിസ്തു. അപ്പം നമ്മൾക്ക് പാപം മോചിക്കുവാനായിട്ട് ദൈവത്തിനല്ലാതെ മനുഷ്യർക്ക് അധികാരം ദൈവം കൊടുത്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി വിശ്വസിക്കാൻ യോഗ്യമായ വചനം തന്നെയാണ്. ഞാനീ പറയുന്നത് എൻ്റെ ആശയമല്ല, ദൈവത്തിൻ്റെ വചനമാണ് ഞാനീ പറയുന്നത് മുഴുവനും. അപ്പം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ച് കാണുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ പാപങ്ങളെ മോചിക്കുവാനായിട്ട് പാപമോചകനായ ക്രിസ്തു, ഈ പാപങ്ങളെ മോചിച്ചു ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഈ പാപം ദൈവം മോചിക്കുന്നത് എന്നുള്ള അതിനൊരു വ്യവസ്ഥയുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ ആദ്യം നാം പാപികളാണെന്ന് സമ്മതിക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സറണ്ടർ, ഒരു പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടെ, തീരുമാനത്തോടും കൂടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കും. കാര്യം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി, ദൈവവചനത്തിലുള്ള സത്യവേദ പുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിലുള്ള അറിവ്, ആ തിരുവചനത്തിലുള്ള അറിവിലൂടെ അല്ലാതെ പാപബോധം ഉണ്ടാകത്തില്ല, പശ്ചാത്താപം ഉണ്ടാകത്തില്ല, അനുതാപം ഉണ്ടാകത്തില്ല, രൂപാന്തരം ഉണ്ടാകത്തില്ല. മറ്റൊരു മാർഗവുമില്ല. മറ്റേത് കാര്യങ്ങൾ ചെയ്താലും അനുതാപം, യഥാർത്ഥമായ രൂപാന്തരം, പാപബോധം, പശ്ചാത്താപം, അനുതാപം ഉണ്ടാകത്തില്ല.
അതിന് ഏക മാർഗം ദൈവത്തിൻ്റെ വചനം വായിക്കുക, കേൾക്കുക, അറിയുക. അതിനു വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്, നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഈ ദൈവ സന്ദേശം മുഴുവനും അടങ്ങിയിട്ടുണ്ട്. എന്നെപ്പോലെയുള്ള അഭിഷിക്തന്മാർ, ദൈവപുരുഷന്മാർ പല രീതികളിൽ ഈ ദൈവവചനത്തെ നിങ്ങളുടെ മൊബൈൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാധ്യമത്തിൽ, മൊബൈലിൽ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ശ്രേഷ്ഠ ആധുനിക മാധ്യമം അതിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി, അതെല്ലാം കിട്ടും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ബൈബിളുണ്ട്. ഏറ്റവും 7 പ്രാവശ്യം ശുദ്ധീകരിച്ച സ്വർണ്ണതുല്യമായ, അതിനേക്കാളും നിർമ്മലമായ ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ദൈവം തന്നെ പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നതാണ്. 7 പ്രാവശ്യം ശുദ്ധീകരിച്ച സ്വർണത്തേക്കാൾ നിർമ്മലമായ വചനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിർമ്മലമായ വചനമാണ്. ഈ വചനത്താൽ മാത്രമേ നമുക്ക് പാപബോധം ഉണ്ടാകത്തുള്ളൂ, പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ, അനുതാപം ഉണ്ടാകത്തുള്ളൂ, ക്രമീകരണം ഉണ്ടാകത്തുള്ളൂ, വിശുദ്ധ ജീവിതം ഉണ്ടാകും, ഏറ്റുപറച്ചിലുണ്ടാകത്തുള്ളൂ, വിശുദ്ധ ജീവിതം ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ തിരുവചനം കേൾക്കുക, തിരുവചനം വായിക്കുക, തിരുവചനം കേൾക്കുക. ഘട്ടം സന്ദർഭങ്ങളൊക്കെ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ജീവിതം നയിപ്പാനായിട്ട് കഴിയും. അതല്ലാതെ മറ്റൊരു മാർഗവും ദൈവം നൽകിയിട്ടില്ല. ഈ തിരുവചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ട്രൂ കോപ്പിയാണ് നമ്മുടെ കരങ്ങളിൽ ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ. അത് ലോകത്തിൻ്റെ പുസ്തകമാണ്, ലോകത്തിൻ്റെ പുസ്തകം. അതൊരു വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ സമുദായത്തിൻ്റെയോ പുസ്തകമല്ല. വിശുദ്ധ ബൈബിൾ ലോകത്തിൻ്റെ പുസ്തകമാണ്. ലോകത്തിന് വേണ്ടി, ലോകരക്ഷയ്ക്ക് വേണ്ടി ദൈവം ലോകത്തിന് നൽകിയ തൻ്റെ കൃപയാൽ തൻ്റെ സ്നേഹത്താൽ ദൈവം ലോകത്തിന് നൽകിയ പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. 1500 വർഷങ്ങൾ കൊണ്ട് 40-ലധികം ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ വിശുദ്ധരിലൂടെ, തൻ്റെ അഭിഷിക്തരിലൂടെ, തൻ്റെ ദൈവപുരുഷന്മാരിലൂടെ ദൈവം നൽകിയ സന്ദേശമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയ പുസ്തകമാണ് സത്യവേദ പുസ്തകം അഥവാ വിശുദ്ധ ബൈബിൾ. ഇത് വിശ്വാസയോഗ്യമായ വചനമാണ്. വിശ്വസിക്കുക, നിങ്ങൾ വായിക്കുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് പാപബോധം ഉണ്ടാകത്തുള്ളൂ, പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ, അനുതാപം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് പുതു സൃഷ്ടിയാകുവാൻ, മാനസാന്തരപ്പെട്ട് നിങ്ങൾക്ക് പുതു സൃഷ്ടിയാകുവാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാണ്ട് വേറൊരു മാർഗവും ദൈവം ഭൂമിയിൽ നൽകിയിട്ടില്ല. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പാപമോചിതനായ ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനുള്ളത്. ഇനി ഇതിൻ്റെ അടിസ്ഥാനം, ഈ സന്ദേശത്തിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലേക്ക്, ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എങ്ങനെ നമുക്ക് പാപമോചനം പ്രാപിക്കാം? കർത്താവായി ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം നിൻ്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാകുന്നു. ഇത് നാം പൂർണ്ണമായി വിശ്വസിക്കുക. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. കർത്താവെന്ന പദത്തിൻ്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവൻ, ഭരിക്കുന്നവൻ, യജമാനൻ, ഉടമസ്ഥൻ, ഉടയവൻ, ഉത്തരവാദി എന്നൊക്കെയാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങളായ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുകയും അത് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും പിതാവായ ദൈവം തൻ്റെ ആത്മാവിനാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. അങ്ങനെ അവരെല്ലാം രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം നിൻ്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാണെന്നുള്ള ആ തിരുവചനത്തെ വിശ്വസിച്ചുകൊണ്ട് ആ രക്തത്തിൻ്റെ ശുദ്ധീകരണം ഏറ്റെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ സകല പാപങ്ങളും ശുദ്ധീകരിച്ച് നിന്നിലെ സകല അശുദ്ധിയും നീക്കി, ആത്മാവിലെ, ജഡത്തിലെ, പ്രാണനിലെ സകല അശുദ്ധിയും നീക്കി ദൈവത്തിൻ്റെ ആലയമാക്കി നിന്നെ തീർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട്, അതായത് ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഈ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം മകനും ദൈവം മകളുമായി തീരുവാൻ ഈ വചനപ്രകാരം ഇടയായിത്തീരും. അതുമാത്രമല്ല, ഈ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ജീവപുസ്തകത്തിൽ പിതാവായ ദൈവത്തോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ആ അവകാശം, നീതീകരണത്തെ
യാഗം മൂലം ലഭിച്ച നീതീകരണത്തെ, ക്രിസ്തുവിൽ ലഭിച്ച നീതീകരണത്തെ നമ്മിൽ പകർന്നുകൊണ്ട്, ക്രിസ്തുവേശു നമ്മിൽ പകർന്നുകൊണ്ട് ദൈവത്തോട്, പിതാവായ ദൈവത്തോട് മധ്യസ്ഥം ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുന്ന ആ വ്യക്തിയുടെ പേര് പിതാവായ ദൈവത്തോട് ജീവപുസ്തകത്തിൽ എഴുതുവാൻ മധ്യസ്ഥം ചെയ്യുകയും ചെയ്യും. ആ മധ്യസ്ഥത ദൈവം സ്വീകരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗം ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ നീതിയായി കണക്കിട്ടുകൊണ്ട് പിതാവായ ദൈവം തൻ്റെ തിരുക്കരം കൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പരിശുദ്ധാത്മാവിനോട് പറയും ആ വ്യക്തിയിൽ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി, ദൈവരാജ്യത്തിൻ്റെ പൗരനായി ആ വ്യക്തിയുടെ മേൽ മുദ്രയിടുവാൻ ദൈവം കൽപ്പിക്കും. പരിശുദ്ധാത്മാവ് അപ്പോൾ നമ്മുടെ മേൽ മുദ്രയിടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവരാജ്യത്തിൻ്റെ പ്രജ എന്നുള്ള ആ മുദ്ര നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവൽ ആ നിമിഷം മുതൽ നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം നമുക്കുണ്ടാകും. പിന്നീട് നമുക്ക് തിരുവചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ തിരുവചനം ഗ്രഹിക്കുവാനുള്ള ബുദ്ധി നമുക്ക് നൽകും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്തി നമ്മളെ ഉപദേശിച്ച് ആ ഉപദേഷ്ടാവായ സഹായകനായ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ, തിരുവചനത്തിൻ്റെ വിശുദ്ധിയിലൂടെ നമ്മളെ നയിച്ച് വിശുദ്ധിയിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ, നമ്മളെ എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഇതിന് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ ദൈവിക സന്ദേശം ഞാനിവിടെ ആദ്യത്തെ ആദ്യത്തെ പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു പ്രാർത്ഥന ചൊല്ലിത്തരാം. താല്പര്യമുള്ളവർ, ഈ തിരുവചന പ്രകാരം താല്പര്യമുള്ളവർ, ഈ കേട്ട തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലിയാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും നിത്യജീവന് നിങ്ങൾ അവകാശികളായി തീരുകയും ദൈവമക്കളായി തീരുകയും ചെയ്യും. നിങ്ങളത് സ്വീകരിച്ചാൽ നെഗറ്റീവായിട്ടാണ് ഈ തിരുവചനത്തോട് പ്രതികരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യനരകം, നിത്യശിക്ഷാവിധിയായ ഈ തിരുവചനത്തെ നിഷേധിച്ചതുകൊണ്ട്, ഈ സദ്വാർത്തയെ നിഷേധിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നിത്യനരകത്തിലേക്ക് പോകുക. രണ്ട് നിത്യതയാണുള്ളത്. ഒന്ന് നിത്യജീവൻ സ്വർഗത്തിൽ ഉള്ള നിത്യജീവനും, രണ്ടാമത് നരകരാജ്യത്തിൽ സാത്താനോടുകൂടെയുള്ള നിത്യജീവനും. മരണശേഷമുള്ള കാര്യമാണ്. അപ്പോൾ ആ രണ്ട് വഴികളാണ്. ദൈവവചനം അനുസരിക്കുന്നവർക്ക് ദൈവത്തോടുകൂടെയും ദൈവവചനത്തെ നിരസിക്കുന്നവർക്ക് സാത്താനായിട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്കുമുള്ള ആ പ്രവേശനം. അത് രണ്ടും നിത്യതയാണ്. അപ്പോൾ അതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിത്യജീവനായിട്ട്, സ്വർഗത്തിൽ ദൈവത്തോടുകൂടെയുള്ള നിത്യജീവനിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ഈ പ്രാർത്ഥന, ഞാൻ ചൊല്ലിത്തരുന്ന ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞാൻ കർത്താവായി എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാണെന്ന് ഞാൻ പൂർണ്ണമായി അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ എൻ്റെ സകല പാപങ്ങളും നീക്കി എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ ആത്മാവിനെ, പ്രാണനെ, ജഡത്തെ പരിപൂർണമായും ശുദ്ധീകരിച്ച് അങ്ങയുടെ ആലയമാക്കി തീർക്കണമേ. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. പിതാവേ, ഈ വചനപ്രകാരം എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അങ്ങ് അധികാരം നൽകിയിരിക്കുന്നല്ലോ. ആ അധികാരപ്രകാരം എന്നെയും അങ്ങയുടെ മകനായി, മകളായി അംഗീകരിക്കണമേ. എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ മേൽ സ്വർഗരാജ്യത്തിൻ്റെ പൗരനായി തീരുവാൻ, നിത്യതയ്ക്ക് അവകാശിയും ഓഹരിക്കാരനുമായി തീരുവാൻ മുദ്ര ഇടയണമേ. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, ശരണപ്പെടുന്നു. യേശുവേ, കർത്താവായ യേശുവേ, എനിക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥം ചെയ്യണമേ. പിതാവായ ദൈവമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയോട് കഴിക്കുന്ന ഈ പ്രാർത്ഥനയും സമർപ്പണവും സ്വീകരിച്ച് അങ്ങയുടെ പുത്രനായി, നിത്യജീവൻ അവകാശിയായി, ദൈവരാജ്യത്തിൻ്റെ പൗരനായി എന്നെ സ്വീകരിക്കണമേ.
മഹത്വം അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഈ തിരുവചനം, ഈ പ്രാർത്ഥന ചൊല്ലി രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും വിശുദ്ധ ജീവിതം നയിപ്പാൻ, തുറമാനമായ വിശുദ്ധ ജീവിതം, അനുദിനം വിശുദ്ധ ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, നിയന്ത്രിക്കട്ടെ, ഉപദേശിക്കട്ടെ, വഴി നടത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.